നമുക്ക് മനോഹരമായുള്ള ദേവാലയം കൂദാശ ചെയ്യുവാൻ കാരണം ദൈവം കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായുള്ള ദേവാലയമൊക്കെ പണിത് പൂർത്തീകരിപ്പാൻ കാരണം എല്ലാവർക്കും ഇടയായിട്ട് തോന്നുന്നു. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടും സ്തോത്രത്തോടും ചേർന്ന് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണം ദൈവം നമുക്ക് സംഗതിയാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഐസക് ജി വർഗീസ് അച്ഛനും ഇടവേടെ ചുമതലക്കാരും മറ്റേ സ്നേഹിതരും പ്രധാനപ്പെട്ടതായുള്ള ആളുകളുമെല്ലാം രാത്രിയും പകലും എല്ലാം അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാകുന്നു ഇപ്രകാരം മനോഹരമായി ഈ ദേവാലയം പൂർത്തീകരിപ്പാണ്ട് കൊണ്ട് ഇടയായിട്ടെത്തുന്നത്. ആവശ്യത്തിന് ലൈറ്റുണ്ട്, ആവശ്യത്തിന് ഫാനുണ്ട്, ആവശ്യത്തിന് എയർ കണ്ടീഷനിങ് ഉണ്ട്. പുറകിലത്തെ വാതിലടച്ചിടുവാനായിട്ട് എപ്പോഴും ഓർത്തിരിക്കണം എന്നത് മാത്രം ഞാൻ ഈ അവസ്ഥ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ സ്നേഹിതരായി ഈ ഇടവയെ കരുതുന്നവരായി വിവിധ സ്ഥലങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നതാൽ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രമമായിട്ടിവിടെ ആരാധിക്കാൻ വരുന്നതായിട്ടുള്ള ആരാധന ജനതയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമായി, ഈ ദേശത്തിന് പ്രകാശം നൽകി കൊടുക്കുന്ന പ്രകാശ ഗൗരവമായി ഈ ദേവാലയം തീരുമാനം കോണം കർത്താവ് കൃപ നൽകട്ടെ എന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആശീർവാദത്തിന് ശേഷം പുറകുള്ള പ്ലേക്ക് അൺവീൽ ചെയ്യുന്നതാണ്. അതിനുശേഷം മുമ്പോട്ട് വന്നതിന് ശേഷം വികാരിച്ചിരുന്നവരുടെ വാക്കുകൾ പറയും. അതിന് ശേഷം മാത്രമായിരിക്കും ബ്രേക്ക് ഉള്ളത് എന്നത് ഓർപ്പിക്കട്ടെ. അതിനുശേഷം പൊതുസമ്മേളനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ശാന്തമായിട്ട് അവിടെ ഇരിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് ഒരു പാട്ട് പാടുന്ന അവസരത്തിൽ നമ്മുടെ സ്തോത്ര കാഴ്ചകളെ അർപ്പിക്കുകയും ചെയ്യും.
വരമേകി